ഇത്രയും കടമുണ്ടോ, അതൊന്നും സാരമില്ല, നേരത്തെയും കടമുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ 2000 വലിയൊരു ക്രൈസിസ് വന്നു, അതിന് മുമ്പ് ഇവിടെ ക്രൈസിസ് ഉണ്ടായിരുന്നു, അതെല്ലാം സാരമില്ല, അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും എന്ന് ഉള്ള ഒരു നിലപാട് നമ്മൾ എടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞാൻ ഈ കണക്ക് ഇപ്പോൾ ഈ CAG വെച്ച കണക്ക് എനിക്ക് തന്നെ ആദ്യം വിശ്വാസം വന്നില്ല, ഈ 1 ലക്ഷം കോടി രൂപ ഇത്രയും ഒരു വർഷം കടമെടുക്കുമോ എന്ന്. പക്ഷെ അതാണ് എനിക്ക് വിശ്വാസം വന്നില്ല. അതിൽ 53,000 കോടി രൂപ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് ആണ്. 225 ദിവസം വെയ്സ് കുറച്ച് എടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിക്കൂ, ഒരു സംസ്ഥാനം 225 ദിവസം വെയ്സ് ആൻഡ് മീൻസ് 53,000 കോടി രൂപ ഒരു വർഷം എടുക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുടെ സ്ഥിതി എന്താണ് എന്ന് പറയുമ്പോൾ, ഈ നമ്മുടെ ഒരു സാധാരണ ഒരു എലിമെന്ററി നോളജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കടക്കണിയിൽ അകപ്പെട്ടുപോയി. ഈ കടക്കണിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാതെ ഈ സംസ്ഥാനത്തിന് 1 ഇഞ്ച് മുന്നോട്ട് പോകാനൊക്കില്ല. ഇപ്പൊ തന്നെ ഈ നമ്മുടെ ഇപ്പൊ ധനമന്ത്രി ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. സംസ്ഥാനത്തിന്റെ പ്ലാൻ 50% വെട്ടിക്കുറച്ചു. ഒരാഴ്ചക്കുള്ളിൽ പറഞ്ഞ കണക്കാണ് ഈ പറയുന്നത്. സംസ്ഥാനത്തിന്റെ വികസനം എന്ന് പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലാനിംഗ് ബോർഡ് വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കി ഒരുപാട് കടലാസൊക്കെ എഴുതി വെച്ചു, ഇത് ആന പൂന. ഇപ്പൊ പറയുന്നത് എന്താണെന്ന് അറിയാം, ബി പ്ലാൻ വെട്ടി 50% വെട്ടി. അടുത്ത് പിന്നെ 17 വെൽഫെയർ സ്കീംസിന് 30% അലൊക്കേഷന് കൊടുക്കാൻ കഴിയുള്ളൂ. സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട 17 വെൽഫെയർ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ലൈഫ് മിഷൻ പ്രോജക്റ്റ് ആണല്ലോ നമ്മുടെ ഇവിടെ മേജറായിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ഈ വർഷം ഇതുവരെ കൊടുത്തിരിക്കുന്ന 18% ബഡ്ജറ്റ് അലൊക്കേഷനിൽ നിന്ന്. പിന്നെ ഇവിടുത്തെ 100 ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻഡ് എയ്ഡ് റിസീവ് ചെയ്യുന്ന 100 ഇൻസ്റ്റിറ്റ്യൂഷന് ഈ 80% അവരുടെ ഫണ്ട് പോലും ഈ കൊടുക്കാൻ, അതായത് 100 ഇൻസ്റ്റിറ്റ്യൂഷന്റെ 80% ഫണ്ടും അത് തിരിച്ചടയ്ക്കണം. അവരുടെ ബാങ്കിലുള്ള തുക മുഴുവനും ബാങ്കിൽ അടയ്ക്കണമെന്ന്, ട്രഷറിയിൽ അടയ്ക്കണമെന്നാണ് പറയുന്നത്. അവരുടെ ചെറിയ ബാങ്ക് അക്കൗണ്ടിലുള്ള തുക മുഴുവനും അടയ്ക്കണം. അത്രയും പരിതാപകരമായിട്ടുള്ള സ്ഥിതി. അപ്പൊ ഈ കണക്ക് ഏത് കണക്കെടുത്ത് നോക്കിയാലും സംസ്ഥാനം, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സംസ്ഥാനം ഒരു ഡെറ്റ് ട്രാപ്പിൽ എത്തിപ്പെട്ടിരിക്കുന്നു. ഈ ഡെറ്റ് ട്രാപ്പിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ഇതിനെയാണ്. അതിന് വരുമാനം വർദ്ധിപ്പിക്കണം. തീർച്ചയായിട്ടും വരുമാനം വർദ്ധിപ്പിക്കാവുന്ന എല്ലാ മേഖലകളിലും നമ്മൾ വരുമാനം വർദ്ധിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വലിയ ചെലവ് കുറയ്ക്കേണ്ടി വരും. ഒരുപാട് മേഖലകളിൽ നമ്മുടെ ചെലവ് കുറയ്ക്കേണ്ടി വരും. ഇന്നിപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഈ ക്രൈസിസ് മുഴുവനും ഈ കഴിഞ്ഞ ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തിയത് മൂലം വന്നിരിക്കുന്ന അധിക വർധന, ഏതാണ്ട് 20,000 കോടി രൂപയുടെ അധികം വർധന ഒരു വർഷം വന്നു. ഒരു ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞാൽ കളിതമാശായിട്ട് നമ്മൾ കാണണ്ട. അതായത് ഒരു വർഷം അഡീഷണൽ ആയിട്ട് ഏതാണ്ട് 20,000 കോടി രൂപയുടെ വർധന വന്നു. പിന്നെ മാത്രമല്ല പബ്ലിക് സെക്ടർ മുഴുവനും, അതായത് ഓട്ടോണമസ് ബോഡീസ് ആയാലും ഇലക്ട്രിസിറ്റി ബോർഡ് ആയാലും KSRTC ആയാലും യൂണിവേഴ്സിറ്റികളായാലും അവരെല്ലാവരും ഈ ശമ്പള വർധന വരുത്തുന്നു. അവരുടെയും ഫൈനാൻസ് നശിച്ചു. ഞാൻ ഉറപ്പിച്ചതിന് പറയുന്നു, 5 വർഷത്തുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ് കേരളത്തിന്റെ പിന്നീട് ഈ സാമ്പത്തിക അടിത്തറ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് പോകണം. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഫൈനാൻസ് മാനേജ് ചെയ്യാതെ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത്രയും മോശമായിട്ടുള്ള സ്ഥിതി. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യുക. അതിനെ അഡ്രസ് ചെയ്യാൻ എന്ത് നടപടികളാണ് ഈ ബഡ്ജറ്റിൽ നാളെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അത് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനം, ഞാൻ ഈ പറഞ്ഞ പോലെ, വീണ്ടും കരകയറാൻ കഴിയാത്ത ഈ ഡെറ്റ് ട്രാപ്പ് ആവപ്പെട്ട് ഇങ്ങനെ കിടക്കും, നശിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല.